ഹലോ ഗ്രേ മീഡിയസിലേക്ക് സ്വാഗതം. കാന്ത സിനിമയുടെ ആദ്യ പ്രതികരണങ്ങൾ പുറത്തു വരികയാണ്. ഇന്ന് ചെന്നൈയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രസ് പ്രിവ്യൂ ഷോയുടെ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ആദ്യ പകുതിയെക്കുറിച്ച് ഉള്ള അഭിപ്രായങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞു. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ സെക്കൻഡ് ഹാഫിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും പുറത്തു വരും. അതിനുള്ള മറ്റൊരു വീഡിയോയുമായി നമ്മൾ വരാം. ഇപ്പോൾ ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ചിട്ട് ആദ്യ റിവ്യൂവിൽ നമുക്ക് ലഭിച്ചിരിക്കുന്നത് എക്സലൻറ്റ് എന്നുള്ള ഒരു പേരിൽ തന്നെയാണ് സിനിമയുടെ ആദ്യ അഭിപ്രായങ്ങൾ പുറത്തു വരുന്നത്. അത് നമുക്കറിയാം, ഇത് ഒരു പ്രീമിയർ ഷോ അല്ല, പ്രീമിയർ ഷോയ്ക്ക് പ്രസ് പ്രീമിയർ ഷോ എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം ക്ഷണിക്കപ്പെട്ട അതിഥികൾ തന്നെയായിരിക്കാം. നാളെ മുതൽ പെയ്ഡ് ആയിട്ടുള്ള ആ ഒരു പ്രീമിയർ ഷോ ഉണ്ട്. ഏതാനും കേസുകൾ ഇതിൻ്റെ പുറത്ത് നടക്കുന്നുണ്ട്. ആ ഒരു കേസിന് ആസ്പദമാക്കിയ സംഭവമാണോ എന്ന് കാണിക്കാൻ കൂടിയാണ് ഇങ്ങനെ ഒരു പ്രിവ്യൂ ഷോ നടത്തിയിരിക്കുന്നത്. എന്താണെങ്കിലും ഹെവി കോൺഫിഡൻസിലാണ് ഈ ടീം. ഇതിൻ്റെ ആദ്യ പ്രതികരണങ്ങൾ പുറത്തു വരുമ്പോൾ അതിഗംഭീരം എന്നുള്ളത് തന്നെയാണ് നമുക്ക് സിനിമയെക്കുറിച്ച് ലഭ്യമാകുന്ന വിവരങ്ങൾ. അതുകൂടാതെ ഏറ്റവും ഹൈലൈറ്റായി പറയുന്നത് വേറെ ഒന്നുമല്ല, ദുൽഖറിൻ്റെ പ്രകടനം, ഭാഗ്യശ്രീയുടെ പ്രകടനം, ഒപ്പം അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റ് സെലക്ഷൻ കൂടി തന്നെയാണ് ഏറ്റവും ഹൈലൈറ്റായി പറയുന്നത്. 1950കളെ അന്വർത്ഥമാക്കുന്ന ലെവലിലുള്ള, അതായത് പലപ്പോഴും കളിയാക്കി നമ്മൾ പീരീഡ് സ്റ്റാർ എന്ന് പറയുകയാണെങ്കിൽ ആ റേഞ്ചിൽ തന്നെ അതിന് യാതൊരു കുറവും വരുത്താതെ അതിനെ എല്ലാ പോസിറ്റീവ് രീതികളിൽ എടുക്കുകയാണെങ്കിൽ വേറൊരു നടനും കഴിയാത്ത ലെവലിലുള്ള ആ ഒരു രീതിയിലുള്ള അഭിനയം തന്നെയാണ് ദുൽഖറിൽ നിന്ന് വരുന്നത്. ദുൽഖറിൻ്റെ കരിയർ ബെസ്റ്റ് എന്നുള്ള ലെവലിൽ തന്നെയാണ് പറയുന്നത്. അതിഗംഭീരമായിട്ടുള്ള ഒരു ചിത്രം എന്ന് തന്നെയാണ് ഇവർ എല്ലാവരും അഭിപ്രായപ്പെടുന്നത്. അതുകൂടാതെ സിനിമയുടെ ഇൻ്റർവൽ പഞ്ചും കാര്യങ്ങളുമൊക്കെ സ്ഥിരം നമ്മൾ കേൾക്കുന്ന പോലെ ഗംഭീരം എന്നുള്ള ആ ഒരു രീതിയിൽ തന്നെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിരിക്കുന്നത്. എന്തായാലും ഒരു കാര്യം നമുക്ക് ഇവിടെ ഉറപ്പിക്കുകയാണ്, ഈ ഒരു അഭിപ്രായങ്ങൾ വന്നതിന് ശേഷം ഇവിടെ നമുക്ക് ടിക്കറ്റ് ബുക്കിംഗ് കുതിച്ചുയരുന്ന ഒരു കാഴ്ച തന്നെ നമുക്ക് കാണാൻ കഴിയുന്നു. മണിക്കൂറിൽ 8000-ന് മുകളിലുള്ള ടിക്കറ്റുകളിലേക്ക് എത്തി എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ വരുന്നത്. കഴിഞ്ഞ മണിക്കൂറിൽ 6400-ന് മുകളിൽ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് പറയുന്നത്. എന്തായാലും ഈ ഒരു സിനിമ ഞെട്ടിക്കും എന്നുള്ളത് നമുക്കുറപ്പാണ്. വേറെ ഒന്നും കൊണ്ടല്ല, 6 വർഷമെടുത്തു ഈ ഒരു സിനിമയുടെ കഥ കേട്ട് അതിനകത്തിലേക്ക് എത്തി, അതിനെ പ്രോസസ്സ് ചെയ്ത് ഈ ഒരു റേഞ്ചിലേക്ക് ഒരു പ്രൊഡക്റ്റായി എത്തിക്കാൻ ദുൽഖർ സൽമാൻ എടുത്ത ടൈം. അതുകൊണ്ട് തന്നെ ഇവർ വർക്ക് ചെയ്യുന്നത് അമ്മാതിരി സംഭവങ്ങൾ തന്നെയാണ്. പ്രത്യേകിച്ച് ദുൽഖർ സിനിമകളുടെ അഭിപ്രായങ്ങൾ വരുമ്പോൾ നമുക്ക് ഉറപ്പിക്കാവുന്ന കാര്യമാണ് അത് ജെനുവിൻ ആയിരിക്കാം എന്നുള്ളത്. എന്നാലും നമ്മൾ പറയുന്നു, ഇതൊരു പ്രസ് പ്രിവ്യൂ ഷോയുടെ റിപ്പോർട്ടുകളാണ്. അതുകൊണ്ട് നമുക്ക് ആ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തന്നെ നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നു എന്നുള്ളൂ. ബാക്കി നമുക്ക് നാളെ പ്രിവ്യൂ ഷോയും അത് കഴിഞ്ഞിട്ടുള്ള റിപ്പോർട്ടുകളും വരുമ്പോൾ നമുക്ക് അറിയാം. എന്താണേലും അതിഗംഭീരം എന്നുള്ളത് തന്നെയാണ്. തമിഴ് സിനിമയിൽ ഇങ്ങനെ ഒരു സിനിമ ചെയ്യണമെങ്കിൽ അന്യഭാഷയിൽ നിന്ന് വരുന്ന ഒരാൾക്ക് തന്നെ ചെയ്യാൻ കഴിയുള്ളൂ. അവിടുത്തെ ഒരു തമിഴ് സൂപ്പർ താരത്തിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഒരു പ്ലോട്ട് തന്നെയാണ് അതിനകത്തിൽ പോകുന്നത്. അങ്ങനെ വരുമ്പോൾ അതിനെ എത്രത്തോളം മനോഹരമാക്കാൻ കഴിയുമോ, അത് എത്രത്തോളം പ്രതീക്ഷയുണ്ടോ അതിൻ്റെയൊക്കെ മുകളിലേക്ക് എത്തിച്ചിരിക്കുന്നു ദുൽഖർ എന്നുള്ളത് തന്നെയാണ് ഇവിടെ എടുത്ത് പറയാനുമുള്ളത്. എന്തായാലും കാത്തിരിക്കാം സെക്കൻഡ് ഹാഫിൻ്റെ റിവ്യൂവും കാര്യങ്ങൾക്കുമൊക്കെ ആയിട്ട്. അപ്പോൾ തീ പോലെ കത്തട്ടെ, അതിഗംഭീരമായ വിജയമാകട്ടെ. കാരണം അത്രത്തോളം എഫേർട്ട് എടുത്ത് വന്നിരിക്കുന്ന ഒരു സിനിമ തന്നെ. അതുകൂടാതെ അത്രത്തോളം നന്നായിട്ടുള്ള ഒരു സ്ക്രിപ്റ്റും കാര്യങ്ങളുമൊക്കെയാണ്. അപ്പോൾ കാത്തിരിക്കാം, നമുക്ക് അതിൻ്റെ കൂടുതൽ അഭിപ്രായങ്ങളുമൊക്കെ ആയിട്ട്. ആരൊക്കെയുണ്ട് കട്ടയ്ക്ക്, നിങ്ങൾക്ക് അടിച്ച് കയറി വരാം. സബ്സ്ക്രിപ്ഷൻ പരിഗണിക്കുക. ദുൽഖർ ഫാൻസ് അടിച്ച് കയറി വാ എന്ന് തന്നെയാണ് പറയാനുള്ളത്. അപ്പോൾ കാത്തിരിക്കാം. കട്ട സപ്പോർട്ടുണ്ടെങ്കിൽ വീഡിയോസ് ഇങ്ങനെ തുരുതുര വന്നുകൊണ്ടിരിക്കും.